എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 10ാമത്തെ സർഗത്തിലെ 63, 64 എന്നീ 2 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 63ാമത്തെ ശ്ലോകത്തിൽ ഉപേന്ദ്രവജ്രവൃത്തവും 64ാമത്തെ ശ്ലോകത്തിൽ ഉപജാതി വൃത്തവുമാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണനും ബലരാമനും സൈന്യങ്ങളും കൂടിയിട്ട് വിദർഭരാജ്യത്തിൻ്റെ സമീപത്ത് തമ്പടിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് എങ്ങനെയൊക്കെയോ ഭീഷ്മക മഹാരാജാവിന് മനസ്സിലായി. അതിനെ പറ്റിയിട്ടാണ് പറയാൻ തുടങ്ങുന്നത്. നമുക്ക് ആദ്യം 63ാമത്തെ ശ്ലോകം നോക്കാം. പരിശ്രമച്ഛേദപടുപ്രഭാവം ഉപായനാനാം ശതമുദ്വഹദ്ഭി സകുണ്ഡിനേശഃ പുരുഷൈരസംഖ്യൈഃ സരാമമാലോകയതി സ്മ കൃഷ്ണം. നമുക്കാദ്യം പദച്ഛേദം നോക്കാം. പരിശ്രമച്ഛേദപടുപ്രഭാവം ഉപായനാനാം ശതം ഉദ്വഹദ്ഭി സ കുണ്ഡിനേശ പുരുഷൈഃ അസംഖ്യൈഃ സരാമം ആലോകയതി സ്മ കൃഷ്ണം. എങ്ങനെയാണ് ശ്രീകൃഷ്ണൻ വിദർഭരാജ്യത്തെത്തിയത് ഭീഷ്മക മഹാരാജാവ് അറിഞ്ഞത് എന്നുള്ളത് വ്യക്തമാക്കണില്ല. പക്ഷേ ഭീഷ്മകന് മനസ്സിലായി എന്നാണ് പറയണത്. ആരെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് പോയി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവണമല്ലോ. അത്രയും സൈന്യങ്ങളും ഒക്കെ കൂടി വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതാണ് ഇവിടെ പറയണത്. സ കുണ്ഡിനേശ, ആ കുണ്ഡിന മഹാരാജ്യത്തിലെ രാജാവായിട്ടുള്ള ഭീഷ്മകൻ എന്തു ചെയ്തു? പരിശ്രമച്ഛേദ പടുപ്രഭാവം ഉപായനാനാം ശതം ഉദ്വഹദ്ഭി അസംഖ്യൈഃ പുരുഷൈഃ. പരിശ്രമച്ഛേദ പടുപ്രഭാവം. പരിശ്രമം എന്ന് പറഞ്ഞാൽ മാർഗം, ഇത്രയും വലിയൊരു ദൂരം യാത്ര ചെയ്തതിൻ്റെ ക്ഷീണം, അതിനെ ഛേദം ഇല്ലായ്മ ചെയ്യുന്നതിന് ഏറ്റവും യോജിച്ചതായ പടുപ്രഭാവം, നല്ല കഴിവുള്ളതായ ഉപായനാനാം ശതം ഉദ്വഹദ്ഭി, ഉപഹാരങ്ങളുടെ ശതം, 100 കണക്കിന് ഉപഹാരങ്ങൾ, കാഴ്ച സമർപ്പണങ്ങൾ, അതായത് വെറുതെ കാണാൻ ഭംഗിയുള്ള സാധനങ്ങളൊന്നുമല്ല, കഴിക്കാനും അതുപോലെ കുടിക്കാനും വിശ്രമിക്കാനും ഒക്കെ ആവശ്യമുള്ള സാധനങ്ങളാണ് ഈ കൊണ്ടു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പരിശ്രമച്ഛേദ പടുപ്രഭാവം എന്ന് പറഞ്ഞത്. ക്ഷീണം മാറ്റാൻ തക്കവണ്ണമുള്ളതായ ഉപഹാരങ്ങൾ, അതും കൊണ്ടാണ് ഭീഷ്മക മഹാരാജാവ് ശ്രീകൃഷ്ണനെയും ബലരാമനെയും കാണാൻ പോയത്. പരിശ്രമച്ഛേദ പടുപ്രഭാവം ഉപായനാനാം ശതം ഉദ്വഹദ്ഭി. ഉപായനങ്ങൾ, ഈ ഉപഹാരങ്ങൾ ധാരാളം കയ്യിൽ പിടിച്ചിട്ടുള്ളതായ ശതം, 100 കണക്കിന്, അത് കുറേ അധികം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ശതം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഉദ്വഹദ്ഭി, വഹിക്കുന്നവരായ, അത് കൊണ്ടുപോകുന്നവരായിട്ടുള്ള, അസംഖ്യൈഃ പുരുഷൈഃ, എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയ്ക്ക് ഭടന്മാരുമായിട്ട്, തൻ്റെ കൊട്ടാരത്തിലെ കുറേ അധികം ഭടന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ കയ്യിൽ ഇവർക്ക്, ശ്രീകൃഷ്ണനും ബലരാമനും മറ്റ് സൈന്യങ്ങൾക്കും, അതായത് ദ്വാരകയിൽ നിന്ന് വന്നിട്ടുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും ആശ്വാസം നൽകുന്നതിന് തക്കവണ്ണമുള്ളതായ വസ്തുവകകളും കൊണ്ട് അസംഖ്യൈഃ പുരുഷൈഃ സരാമം കൃഷ്ണം. അങ്ങനെ ആ ജനങ്ങൾ അല്ലെങ്കിൽ ആ ഭടന്മാർ, അവരെയും കൊണ്ട് ആരുടെ അടുത്തേക്കാണ് പോയത്? രാമനോടുകൂടെ ഇരിക്കുന്നവനായിട്ടുള്ള കൃഷ്ണൻ്റെ അടുത്തേക്ക്. സരാമം കൃഷ്ണം ആലോകയതി സ്മ, രാമനോട് കൂടിയിരിക്കുന്ന കൃഷ്ണനെ കാണാൻ പോവുകയുമുണ്ടായി. അപ്പോൾ കുണ്ഡിനേശനായിട്ടുള്ള ആ രാജാവ് അല്ലെങ്കിൽ ഭീഷ്മക മഹാരാജാവ് ഭടന്മാരോട് കൂടിയിട്ട് ഉപായനങ്ങളുമായിട്ട്, കാഴ്ചയ്ക്ക് പലതും സമർപ്പിക്കാൻ, സുഖമുണ്ടാക്കാൻ, അകറ്റാനൊക്കെയുള്ള സാധനങ്ങളുമായിട്ട് ബലരാമനെയും ശ്രീകൃഷ്ണനെയും കാണാൻ ചെന്നു. അപ്പോൾ ഇവിടെ ബലരാമനെ കാണാൻ പോകുന്നുണ്ടെന്നുള്ളത് അടുത്ത ശ്ലോകത്തിലാണ് പറയണത്. ശ്രീകൃഷ്ണനെ കാണാൻ പോകുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെ പറയണത്. ശ്രീകൃഷ്ണൻ എന്ന് മാത്രമല്ല പറയണത്, സരാമം കൃഷ്ണം, രാമനോട് കൂടി ഇരിക്കുന്നവനായ കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് പല വസ്തുവകകളുമായിട്ട് ഈ ഭീഷ്മക മഹാരാജാവ് ചെന്നു എന്നാണ് ഇവിടെ പറയണത്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. 64ാമത്തെ ശ്ലോകം നോക്കൂ. വിധായ തസ്മൈ വിധിവത്സപര്യാം രാമായ ചാവിഷ്കൃതരോ മഹർഷ പാദപ്രമാണപ്രഭൃതീനകാർഷീത് ഭീഷ്മസ്വഭക്ത്യാ വിവിധോപചാരാൻ. നമുക്ക് ശ്ലോകത്തിൻ്റെ പദച്ഛേദം നോക്കാം. വിധായ തസ്മൈ വിധിവത് സപര്യാം രാമായ ച ആവിഷ്കൃതരോമഹർഷ
പാദപ്രണാമപ്രഭൃതീൻ അകാർഷീത് ഭീഷ്മ സഭക്തിയാ വിവിധോപചാരാൻ. കഴിഞ്ഞ ശ്ലോകത്തിൽ ശ്രീകൃഷ്ണനെ, രാമനോട് കൂടിയിരിക്കുന്ന ശ്രീകൃഷ്ണനെ കാണാനാണ് പോയത്, അല്ലെങ്കിൽ ശ്രീകൃഷ്ണനാണ് എല്ലാം സമർപ്പിച്ചതെന്ന് പറഞ്ഞു. ഇവിടെ ബലരാമന് വേണ്ടിയിട്ടായിരുന്നു എല്ലാം കൊടുത്തത്. മറ്റു പല സാധനങ്ങളും രണ്ടു പേർക്കും ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ബലരാമൻ എന്തൊക്കെയാണ് കൊടുത്തതെന്ന് പറയാണ്. തസ്മൈ രാമായ ച, ആ രാമനായിക്കൊണ്ടും ബലരാമനായിക്കൊണ്ടും സപര്യാം വിധിവത് വിധായ, സപര്യാം പൂജകൾ, ആദരവുകൾ അല്ലെങ്കിൽ കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ കൊടുത്തുകൊണ്ട്, വിധിവത് വിധായ വേണ്ടതുപോലെയൊക്കെ, വിധായ എന്ന് പറഞ്ഞാൽ വേണ്ടതൊക്കെ കൊടുത്തിട്ട്, തൃപ്തി ഉണ്ടാക്കിയിട്ട്, ആവിഷ്കൃത രോമഹർഷ സഭീഷ്മ, അങ്ങനെ ഇവർക്കൊക്കെ വേണ്ടത് കൊടുക്കാൻ പറ്റിയല്ലോ എന്നുള്ളതിൻ്റെ സന്തോഷം കൊണ്ട്, ആവിഷ്കൃത രോമഹർഷ രോമാഞ്ചത്തോടു കൂടിയ ആനന്ദമനുഭവിക്കുന്നവനായിട്ടുള്ള ആ ഭീഷ്മകൻ, ശ്രീകൃഷ്ണനെയും ബലരാമനെയും മുമ്പ് തന്നെ ചിത്രത്തിൽ കണ്ടിട്ട് നല്ല പരിചയമുണ്ട്, കേട്ടിട്ടുണ്ട്. തൻ്റെ മകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് ശ്രീകൃഷ്ണൻ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ സന്തോഷമൊക്കെ ഉണ്ട്. അതോടുകൂടിയിട്ട് അവർക്ക് വേണ്ടതെല്ലാം നൽകാൻ കഴിഞ്ഞുവല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടിയിട്ട് ശരീരമാസകലം രോമാഞ്ചകഞ്ചുകിതമായിട്ടുള്ള ആ ഭീഷ്മകൻ ഭക്തിയ, വളരെ ഭക്തിയോടു കൂടിയിട്ട് പാദപ്രണാമപ്രഭൃതീൻ വിവിധോപചാരാൻ അകാർഷീത്. പാദപ്രണാമപ്രഭൃതീൻ എന്ന് പറഞ്ഞാൽ പാദത്തിൽ പ്രണമിക്കുക മുതലായ തുടങ്ങിയിട്ടുള്ളതായ, കാൽക്കൽ വീണ് നമസ്കരിക്കുക തുടങ്ങിയിട്ടുള്ളതായ വിവിധ ഉപചാരാൻ പലതരത്തിലുള്ള ഉപചാരങ്ങൾ അകാർഷീത് ചെയ്തു എന്നർത്ഥം. യഥാർത്ഥത്തിൽ ഇത്ര വലിയൊരു രാജാവ്, നല്ല വൃദ്ധനായിട്ടുള്ളൊരു രാജാവ് ഇങ്ങനെ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള രണ്ട് രാജകുമാരന്മാരെ കാണാൻ പോയിട്ട് പാദം തൊട്ട് വന്ദിക്കുകയോ നമസ്കരിക്കുകയോ ഒക്കെ വേണോ? അവരെന്തിനാണ് വന്നത് എന്നുള്ളത് ഏതാണ്ടൊക്കെ ഭീഷ്മകന് മനസ്സിലായിട്ടുമുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ല പിന്നീട് പറയണതെങ്കിലും, അതായത് ശ്രീകൃഷ്ണൻ അങ്ങനെയൊന്നും അല്ല ഭീഷ്മനോട് പറയണതെങ്കിലും ഭീഷ്മകന് മനസ്സിലായിട്ടുണ്ട് എന്തിനാണ് ഇവർ രണ്ടുപേരും ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതൊക്കെ. പക്ഷേ ഒരു മകളുടെ ഭർത്താവാൻ പോണ ആൾ എന്നുള്ള നിലയ്ക്കോ ജാമാതാവാണെന്നുള്ള നിലയ്ക്കോ അങ്ങനെയൊന്നും അല്ല ഭീഷ്മകൻ ഭഗവാനെ കണ്ടത്. സാക്ഷാൽ ഭഗവാൻ തന്നെയായിട്ടാണ് കണ്ടത്. അതുകൊണ്ടാണ് കാൽക്കൽ വീണ് നമസ്കരിച്ചതും ഉപചാരങ്ങളൊക്കെ ചെയ്തു കൊടുത്തതും. അല്ലെങ്കിൽ അവിടെ എത്രയോ രാജാക്കന്മാർ സ്വയംവരത്തിന് വന്നിട്ടുണ്ടാവും. അവരുടെ കാര്യങ്ങൾ മുഴുവനൊന്നും നോക്കാൻ ഭീഷ്മകൻ പോയി എന്ന് പറയണില്ല. അപ്പോൾ ഈ വന്നിരിക്കുന്ന ആൾക്ക് എന്തോ വ്യത്യാസങ്ങളുണ്ട്, വന്നിരിക്കുന്നത് വെറുതെ അല്ല എന്നുള്ള തോന്നലുകളൊക്കെ ഭീഷ്മക മഹാരാജാവിന് വന്നിട്ടുണ്ടെന്നുള്ളത് കൊണ്ടാണ് വേഗം നേരിട്ട് തൻ്റെ ഭടന്മാരോട് കൂടിയിട്ട് അവരുടെ കയ്യിലൊക്കെ ഈ പ്രജകൾക്കും അല്ലെങ്കിൽ അവിടെ നിന്ന് വന്ന ദ്വാരകയിൽ നിന്ന് വന്നിട്ടുള്ള സകലർക്കും വേണ്ടതായിട്ടുള്ള കുടിക്കാനും കുളിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ഉള്ളതായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അവരുടെ കയ്യിൽ അതിനുള്ള വസ്തുവകകളൊക്കെ കൊടുത്തേൽപ്പിക്കാനായിട്ടാണ് ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും അടുത്തേക്ക് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആൾ നിസ്സാരക്കാരനല്ല, തൻ്റെ മകള് ഇദ്ദേഹത്തിനെയാണ് വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും അത് നടക്കുകയാണ് വേണ്ടത് എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഭീഷ്മകൻ ഇവരുടെ രണ്ടുപേരുടെയും അടുത്ത് വന്ന് പ്രണമിച്ചത് എന്നർത്ഥം. നമുക്ക് 2 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. പരിശ്രമച്ഛേദപടുപ്രഭാവം ഉപായനാനാം ശതമുദ്വഹദ്ഭി സകുണ്ഡിനേശഃ പുരുഷൈരസംഖ്യൈഃ സരാമമാലോകയതി സ്മ കൃഷ്ണം വിധായ തസ്മൈ വിധിവത്സപര്യാം രാമായ ചാവിഷ്കൃതരോമഹർഷഃ പാദപ്രണാമപ്രഭൃതീനകാർഷീത് ഭീഷ്മസ്സ ഭക്ത്യാ വിവിധോപചാരാൻ. ഭീഷ്മ ഭക്തിയ, വെറുതെ കാട്ടിക്കൂട്ടൊന്നുമല്ല, വളരെ ഭക്തിയോട് കൂടിയിട്ടാണ് അവരെ രണ്ടുപേരെയും പാദപ്രണാമം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് രണ്ടുപേർക്കും ചെയ്തു കൊടുത്തത്. അതിൻ്റെ അർത്ഥം ഇത് കേവലം ഒരു ജാമാതാവല്ല, എല്ലാവരുടെയും ഈശ്വരനായിട്ടുള്ള കൺകണ്ട ദൈവമായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഭീഷ്മകൻ അങ്ങനെയൊക്കെ പ്രവർത്തിച്ചത് എന്നർത്ഥം. ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോണത് എന്നുള്ളത്, ശ്രീകൃഷ്ണൻ എന്താണ് ഇതിന് മറുപടി പറയണത് എന്നുള്ളതൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ കാണാം.
സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.